നമസ്കാരം. ഹലോ രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. നമുക്ക് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയും അതിനുശേഷം വന്ന WPI ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാം തന്നെ നമ്മളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ RBI വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്കിന് മുകളിലാണ് നമുക്ക് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ. പക്ഷേ ഇപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ക്ലോസ് ആയ നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള നിക്കി, കോസ്പി, ഓസ്ട്രേലിയ, നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഡോ ഫ്യൂച്ചർ എല്ലാം തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ആണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിനും $2000 കയറി, ഗോൾഡും 4056 എന്ന നിലയിലാണ് ഉള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ 3% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. തിരിച്ച് വിപ്രോ 1% കയറിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. PCR 0.86 ആണ്. 24,000 എന്ന റേഞ്ചിൽ സ്പോട്ട് നിൽക്കുമ്പോൾ 24,100 ഹയർ റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ട്. പുട്ട് സൈഡിൽ മേജർ സപ്പോർട്ട് എന്ന് പറയാനായിട്ട് 23,500 റേഞ്ചാണ് ഉള്ളത്. ഇത് എൻ്റെ വ്യൂ അല്ല, ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് തരുന്ന ഡേറ്റ റീഡ് ചെയ്യുന്നതാണ്. ഇത് FIസിൻ്റെ കാര്യമാണ്. FIs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 739 കോടി രൂപ സെല്ലേഴ്സ് ആയിരുന്നു. എന്നെങ്കിൽ കൂടിയും സെല്ലിംഗ് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ഓൾ ടുഗദർ ഈ മാസം അവർ 770 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സാണ്. അതാണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. കാരണം FIs ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റിൽ ബയേഴ്സാണ്, നെറ്റ് ബയേഴ്സാണ്. അവർ സെല്ല് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ ബൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും HDFC ലൈഫ്, HDFC AMC, ICICI ലോംബാർഡ്, യൂണിയൻ ബാങ്ക്, HDB ഫിനാൻസ് സർവീസ്, ഏഞ്ചൽ വൺ, MRPL, നെറ്റ്വർക്ക് 18, GTPL, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമുക്ക് ഈ മാസം അവസാനം 26, 27 തീയതികളിൽ കൊച്ചിയിലും കോഴിക്കോടും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ബേസിക്കിൻ്റെയും ഓപ്ഷൻ്റെയും വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്കും ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം ടാറ്റ എലക്സിയാണ്. ഈ നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു തവണ 18% പ്രോഫിറ്റ് വർദ്ധിച്ച് 170 കോടി രൂപ കരസ്ഥമാക്കി. ആനന്ദ് രഥി നെറ്റ് പ്രോഫിറ്റ് 71% ഉയർന്ന് 39 കോടി രൂപ കരസ്ഥമാക്കി. ഹീറോ മോട്ടോ കോർപ്പ് അവർ ഏതർ എനർജിയിൽ 10 ബില്യൺ റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. കിർലോസ്കർ ബർഗർ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്കൊരു 11.69 മില്യൺ, അതായത് 149 കോടി രൂപയുടെ ഓർഡർ സൈപ്പാമിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. സൈപ്പാം ഒരു ഓയിൽ കമ്പനിയാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി ഇവർ ജക്കാർത്തയുടെ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ജെൽ റിസോഴ്സ് റീസൈക്ലിംഗ് കമ്പനി തമിഴ്നാട്ടിലുള്ള ഇവരുടെ പ്ലാന്റ് ഒരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടായി, ടെമ്പററി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഡെലിവറി കമ്പനി സബ്സിഡിയറി, ഫിനാൻഷ്യൽ സബ്സിഡിയറി ചെയ്യാനായിട്ട് RBIയുടെ അപ്രൂവൽ ലഭിച്ചു. IOL കെമിക്കിന് പുതിയ മെഡിസിന് ചൈനയിൽ നിന്ന് അവർക്ക് അപ്രൂവൽ ലഭിച്ചു. ഡെൻ നെറ്റ്വർക്ക് പ്രോഫിറ്റ് 54 കോടി രൂപയിൽ നിന്ന് 36 കോടി രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. PDS കമ്പനി ഇവർ ഒരു ബുസാന അപ്പാരൽ ഗ്രൂപ്പായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ കിട്ടാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക്. താങ്ക് യു ഓൾ.